ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ കോട്ടയായ പെർത്തിൽ ഇന്ത്യ വിജയം നേടിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് നടന്ന 4 മത്സരങ്ങളിലും ഓപ്റ്റ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ ആയിരുന്നു ജയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ആദ്യമായിട്ട് പെർത്തിലെ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ ജയിക്കുന്ന ഒരു ടീമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയനെ 295 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ 295 റൺസിന്റെ ഒരു വിജയം എന്ന് പറയുന്ന ഒരു വലിയ വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയയ്ക്ക് അടിപതറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ കളി നിർത്തുമ്പോൾ തന്നെ ഓസ്ട്രേലിയയുടെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ തന്നെ അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററായിട്ടുള്ള ഉസ്മാൻ ഖവാജയെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. വളരെ മനോഹരമായ ഒരു ബോളിംഗ് ലെങ്ത് ആയിരുന്നു സിറാജിൻ്റേത് എന്ന് പറയാതിരിക്കാനാവില്ല. ഇന്ന് രാവിലെ അദ്ദേഹം എറിഞ്ഞ ബോളുകളെല്ലാം തന്നെ വളരെ മനോഹരമായ രീതി, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ലെങ്ത്തിൽ എറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പല താരങ്ങളെയും പഠിച്ചു വെച്ചതുപോലെയായിരുന്നു ഇന്ത്യയുടെ ബോളിംഗ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഹമ്മദ് സിറാജിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏത് ബാറ്ററും കളിച്ചു പോകുന്ന ഒരു ലെങ്ത് ആയിരുന്നു. ഇത് കുറച്ചൊരു ഷോർട്ട് ആയിട്ടുള്ള ബോളായിരുന്നു. അത് പുള്ള് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഉസ്മാൻ ഖവാജ ഔട്ടായത്. നല്ലൊരു ക്യാച്ചിലൂടെയാണ് അത് പുറത്തായത്. അത് ഋഷഭ് പന്ത് ബാക്കിലേക്ക് ഓടിയെടുത്ത ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. ബാക്കിലേക്ക് ഓടിയെടുക്കുന്ന ക്യാച്ചുകൾ എപ്പോഴും ക്രിക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്യാച്ചുകളാണെന്ന് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിക്കറ്റ് ലഭിച്ചു. അതിനുശേഷം പിന്നെ അവർക്ക് നിലയുറപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്ന ട്രാവിസ് ഹെഡിന്റെ ഒരു പ്രകടനം. ട്രാവിസ് ഹെഡ് കളിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നുന്നത് എത്ര മോശമായിട്ടുള്ള പിച്ചിൽ കളിക്കുമ്പോഴും ഈ ഋഷഭ് പന്തും ട്രാവിസ് ഹെഡും ഒക്കെ ബാറ്റ് ചെയ്യുന്നത് തോന്നുമ്പോൾ ആ പിച്ചിന്റെ സ്വഭാവം മാറിയോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൗളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ കുത്തി ഉയരുന്ന പിച്ചാണെങ്കിൽ, തിരിയുന്ന പിച്ചാണെങ്കിലും ഒക്കെ ഇവർ രണ്ടുപേരും ബാറ്റ് ചെയ്യുന്ന സമയത്ത്, ഇന്ത്യൻ ടീമിലാണെങ്കിൽ ഋഷഭ് പന്ത്, ഓസ്ട്രേലിയൻ ടീമിലാണെങ്കിൽ ട്രാവിസ് ഹെഡ്, ഇവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പിച്ച് ബാറ്റർമാർക്ക് അനുകൂലമാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് പലപ്പോഴും ഇവർ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളത്. സ്റ്റീവൻ സ്മിത്തും അതുപോലെ തന്നെ ട്രാവിസ് ഹെഡും ചേർന്നുള്ളൊരു നല്ലൊരു പാർട്ട്ണർഷിപ്പ്, ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. അത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വീണ്ടും സിറാജിന്റെ ഒരു പ്രഹരം നല്ല ഒരു എക്സലന്റ് ആയിട്ട് ഒരു ലെങ്ത്തിൽ എറിഞ്ഞുകൊണ്ട് സ്റ്റീവൻ സ്മിത്തിനെ ഔട്ടാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ ട്രാവിസ് ഹെഡും മിച്ച് മാർഷും തമ്മിലുള്ള ഒരു നല്ല പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ജയിക്കാനുള്ള സാധ്യതയൊന്നും ഓസ്ട്രേലിയക്ക് ഒരിക്കലും അവരതിന്റെ ലാഞ്ചന പോലും കാണിച്ചിരുന്നില്ല. പക്ഷേ ചില താരങ്ങൾ അവരുടെ ബാറ്റിംഗ് പ്രകടനം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ ഒരു സമയത്താണ് ബുംറയുടെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ആ വിക്കറ്റ് നേടുന്നത് കണ്ടപ്പോൾ, ഈ ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് ബുംറ നേടുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ ഈ വീഡിയോ അനലിസ്റ്റിന്റെ ഒക്കെ സഹായം ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഈ ക്രിക്കറ്റിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യൻ വീഡിയോ അനലിസ്റ്റിന്റെ സഹായം ഇന്ത്യ നന്നായിട്ട് ഉപയോഗിക്കുന്നത് പോലെ തോന്നി. കാരണം വെച്ചാൽ ട്രാവിസ് ഹെഡിനെ ഒരു ട്രാപ്പിൽ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിൽ ബോൾ ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. ഒരു സെറ്റപ്പ് ചെയ്യാന്ന് പറയും. അതായത് കറക്റ്റായിട്ട് അദ്ദേഹത്തിന് ആ ഔട്ടാവുന്നതിന് കുറച്ച് മുമ്പുള്ള ബോളുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ബാക്ക് ഫുട്ടിൽ കളിപ്പിക്കാനായിട്ടാണ് ബുംറ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ബാക്കിലേക്ക് ഇറക്കി കളിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ബോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഔട്ടാവുന്നതിന് തൊട്ട് മുമ്പത്തെ ബോൾ ഒരു ബൗൺസർ ആയിരുന്നു. അത് ഈവൻ ഋഷഭ് പന്തിന്റെ തലയുടെ മുകളിൽ കൂടെ വരെ പോയി അത് ഒരു ബൗണ്ടറി ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു ബോൾ കയറ്റി എറിയുമ്പോൾ, ഫ്രണ്ടിലേക്ക് കളിക്കാനായിട്ട് വരുമ്പോൾ ഈ ബാറ്ററുടെ കാല് ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിക്കറ്റ് നേടുന്ന കണ്ടപ്പോൾ അതൊരു സെറ്റപ്പ് ചെയ്തിട്ട് എടുത്ത വിക്കറ്റ് പോലെ എനിക്ക് തോന്നി. ബുംറയുടെ എക്സലന്റ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ഈ മത്സരത്തിൽ ടോട്ടലായിട്ട് 8 വിക്കറ്റ് നേടാനായിട്ട് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചത് നല്ലതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ടെസ്റ്റ് മത്സരങ്ങളിൽ എപ്പോഴും നമുക്ക് ഈ 3 ഫാസ്റ്റ് ബോളർമാരാണെങ്കിൽ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ഓൾറൗണ്ടർ ആയിട്ട് കളിപ്പിക്കേണ്ട താരമാണ് നിതീഷ് റെഡ്ഡി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബൗളിംഗിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും നേരം ബോൾ ചെയ്യിച്ചത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് മിച്ചൽ മാഷിന്റെ വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു. 47 റൺസിൽ മിച്ചൽ മാഷ് പ്ലേഡ് ഓൺ ആയിരുന്നു. അപ്പോൾ കുറച്ച് താന്നാണ് വന്നത്. കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിതീഷ് കുമാറിന്റെ ബോളിൽ മിച്ചൽ മാഷ് ഔട്ടായത്. നിതീഷ് കുമാർ ബോൾ ചെയ്യുന്ന സമയത്ത് അവർ ഈ ബ്രോഡ്കാസ്റ്റേഴ്സും കമന്റേറ്റേഴ്സും ഒരു വീഡിയോ കാണിച്ചിരുന്നു ടി-വിയിൽ. അത് കാണിച്ചത് ഒരു പകുതിയിൽ നിതീഷ് കുമാർ ഓടി വന്ന് ബോൾ ചെയ്യുന്നു, മറ്റേ പകുതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോളറായിട്ടുള്ള ഡെന്നിസ് ലില്ലി ഓടി വന്ന് ബോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിതീഷ് കുമാറിന്റെ ലൈഫിൽ അവരുടെ ഒരു റണ്ണപ്പ് ഏകദേശം ഒരുപോലെ ആണെന്നുള്ള രീതിയിലേക്കാണ് അതിൽ ആ കമന്ററിയിൽ പറഞ്ഞത്. നിതീഷ് കുമാറിന്റെ ലൈഫിൽ ഇതിനേക്കാളും വലിയൊരു അംഗീകാരം ലഭിക്കാനില്ല എന്നുള്ളതാണ്. കാരണം ഡെന്നിസ് ലില്ലിയുടെ ഒരു ക്രിക്കറ്റ് ഹിസ്റ്ററി, അല്ലെങ്കിൽ അദ്ദേഹം ആരായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടും നിതീഷ് കുമാറിനെ പറ്റി ആ പറഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്നും ഓർമ്മിക്കാൻ പാകത്തിനുള്ള ഒരു വീഡിയോ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഡെന്നിസ് ലില്ലി എന്ന് പറയുന്ന 1970-കളിലും 80-കളിലും ഒക്കെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാന്നിധ്യമായിരുന്നു. അദ്ദേഹം ജെഫ് തോംസണും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആ കാലഘട്ടത്തിൽ ലോകത്തിലുള്ള എല്ലാ ബാറ്റർമാരുടെയും ഒരു പേടി സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദേശമാണ് ഈ പെർത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നുള്ള താരമാണ്, പെർത്തിൽ നിന്നാണ്. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുമ്പോഴാണ് ഡെന്നിസ് ലില്ലി ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകർക്ക്, ഇന്ത്യക്കാർക്ക് ഡെന്നിസ് ലില്ലിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാവുക. അദ്ദേഹം ഇന്ത്യയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം MRF പേസ് ഫൗണ്ടേഷനിലെ ഹെഡ് കോച്ചായിട്ട് ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു. ചെന്നൈയിലാണ് MRF പേസ് ഫൗണ്ടേഷനുള്ളത്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യക്ക് ഒരു ഫാസ്റ്റ് ബോളറിനെയൊക്കെ വെച്ച് കളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കപിൽ ദേവ് ആയിരുന്നു ഇന്ത്യയുടെ ഒരു പ്രധാന ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജവഗൽ ശ്രീനാഥ് ആ സ്ഥാനത്തേക്ക് വന്നു, പിന്നെ സഹീർ ഖാൻ വന്നു, ആശിഷ് നെഹ്റ വന്നു, ഇങ്ങനെ കുറേ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ സഹീർ ഖാന്റെയും ആശിഷ് നെഹ്റയുടെയൊക്കെ ഒരു സമയമായപ്പോൾ, അതായത് ശ്രീനാഥിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇന്ത്യയിൽ ഒരുപാട് ഫാസ്റ്റ് ബോളേഴ്സ് വരാൻ തുടങ്ങി. അതിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ MRF പേസ് ഫൗണ്ടേഷൻ ആയിരുന്നു. അതിന്റെ ഹെഡ് കോച്ച് ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ഡെന്നിസ് ലില്ലി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സഹീർ ഖാൻ ആയിക്കോട്ടെ, ആശിഷ് നെഹ്റ ആയിക്കോട്ടെ, ജസ്പ്രീത് ബുംറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ശ്രീശാന്ത് അടക്കം എല്ലാവരും വന്നിരിക്കുന്നത് MRF പേസ് ഫൗണ്ടേഷനിൽ നിന്നാണെന്ന്, അല്ലെങ്കിൽ അവിടെ ട്രെയിനിങ് എടുക്കാത്ത ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെന്നിസ് ലില്ലിയെ പറ്റി അവരുടെ വായിൽ നിന്ന് വരുന്ന കഥകളൊക്കെ കേട്ടാൽ മനസ്സിലാവും അത്രത്തോളം ഒരു മഹത്തായ കോച്ചായിരുന്നു, അല്ലെങ്കിൽ ഒരു മഹാനായ കോച്ചായിരുന്നു ഡെന്നിസ് ലില്ലി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അദ്ദേഹം പെർത്തിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ കോച്ചിങ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഹെഡായിട്ട് MRFന്റെ ഹെഡായിട്ട് ഇപ്പോൾ ഉള്ളത് ഗ്ലെൻ മെഗ്രാത്ത് ആണ് എന്നുള്ളതാണ്. ഏതായാലും ഡെന്നിസ് ലില്ലിയുടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദേശത്ത് വെച്ച് തന്നെ ഓസ്ട്രേലിയനെ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറിനെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച, എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത്, ഇനി അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ധ്രുവ് ജൂറലിനും ദേവ്ദത്ത് പടിക്കലിനും ഈ ടീമിൽ സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തിരിച്ചു വരും. പിന്നെ ആരൊക്കെയായിരിക്കും മാറാൻ പോകുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ് ഈ ടീമിൽ. കാരണം അടുത്ത ഒരു പിങ്ക് ബോൾ ടെസ്റ്റാണ്, ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് മത്സരമാണ്. അപ്പോൾ ഫാസ്റ്റ് ബോളിങ്ങിന് വീണ്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ വീണ്ടും പോകാൻ പോകുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയം എന്ന് പറയുന്നത് വലിയ ഒരു അടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യ ഈ 3 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ തോറ്റതിന് ശേഷമാണ് അങ്ങോട്ട് ചെന്നത് എന്നുള്ളതാണ്. അന്ന് നമ്മൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ഇന്ത്യ തയ്യാറെടുത്ത് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യ എഴുതി തള്ളിയ ആളുകളായിരുന്നു കൂടുതലും എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം സ്വന്തം നാട്ടിൽ ന്യൂസിലൻഡുമായിട്ട് 3-0 ഒരു പരമ്പര തോറ്റ ടീമിനെ എങ്ങനെയാണ് പിന്നെ ആളുകൾ കാണുക? അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ഫാസ്റ്റ് ബോളിംഗ് കണ്ടീഷൻസിൽ ഇപ്പോൾ ഇന്ത്യ നന്നായി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്പിന്നേഴ്സിനെ കളിക്കുമ്പോഴാണ് കുറെ ബുദ്ധിമുട്ടുന്നത്. ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നഥാൻ ലൈനെ കളിക്കാനായിട്ട് കുറെ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിരുന്നു, ബോൾ തിരിയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ. പക്ഷേ ഫാസ്റ്റ് ബോളിംഗ് വിക്കറ്റുകളിൽ നമ്മളുടെ പ്രകടനം എക്സലന്റ് ആണെന്ന് പറയാതിരിക്കാനാവില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് ആം സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് ആം എന്ന് പറയുന്നത്, ഈ റോബോ ആം എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുന്നത്, അതിൽ ബോൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അത് വെച്ച് എറിഞ്ഞു കൊടുക്കുന്നത്, അത് 150-ലും 155 കിലോമീറ്റേഴ്സിലൊക്കെ അത് വെച്ചിട്ട് എറിയാനായിട്ട് സാധിക്കുന്ന 3 ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകൾ ഇന്ത്യൻ ടീമിന്റെ കൂടെയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫാസ്റ്റ് ട്രാക്കുകളിൽ കളിക്കാനായിട്ട് അവരുടെ ഈ ത്രോ ഡൗൺസ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ന്യൂസിലൻഡുമായിട്ട് പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ബാറ്റർമാർക്ക് നന്നായി ചെയ്യാതിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ബാറ്റർമാർ സ്പിൻ കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ സ്പിന്നർമാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പിച്ചുകളിൽ, ടേണിംഗ് ട്രാക്കുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതും കൂടെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഇന്നിംഗ്സിലേക്കൊക്കെ വന്നപ്പോൾ യശസ്വി ജയ്സ്വാളിന്റെയും KL രാഹുലിന്റെയും വിരാട് കോഹ്ലിയുടെയൊക്കെ ഈ ഫാസ്റ്റ് ബോളർമാർക്കെതിരെയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാണുമ്പോൾ നമ്മൾ അതിൽ എക്സലന്റ് ആയി എന്നുള്ളതാണ്. ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ജയിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നമ്മൾ 3ാമത്തെ ഒരു പരമ്പരയാണ് അടുപ്പിച്ച് നന്നായി ചെയ്യുന്നത്. 2018 ഒരു പരമ്പര നമ്മൾ ജയിച്ചു, 2020 ഒരു പരമ്പര നമ്മൾ ജയിച്ചു, ഇതിപ്പോൾ 2024 വേറൊരു പരമ്പരയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5-6 പരമ്പരകൾ ഓസ്ട്രേലിയയായിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞു, ഇന്ത്യയിലും അവിടെയുമായിട്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. ഫാസ്റ്റ് ബോളിംഗ് പെർഫോമൻസ് എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് കളിക്കാൻ പോകുന്ന സമയത്ത് ഒരു 90s അല്ലെങ്കിൽ 80s ആയിരുന്നു, അന്ന് കപിൽ ദേവിനെ വെച്ച് മാത്രമാണ് നമ്മൾ ബോൾ ചെയ്തത്. അതായത് സപ്പോർട്ട് ചെയ്യുന്ന ബോളേഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബോളേഴ്സ് ആണെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ കപിൽ ദേവിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ജവഗൽ ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു ബോളറായിരുന്നു. പക്ഷേ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ വെങ്കടേഷ് പ്രസാദിനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 130 കിലോമീറ്റേഴ്സിലൊക്കെ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണെന്ന്
കാണാൻ സാധിക്കുക. അപ്പോൾ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. എപ്പോഴും നമ്മൾ ഒരു നല്ല ഫാസ്റ്റ് ബോളർ ഉണ്ടാവും, സഹീർ ഖാൻ ഉണ്ടാവും, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഫാസ്റ്റ് ബോളർമാരാണ് ഇന്ത്യൻ ടീമിന്റെ കൂടുതൽ. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ പെർഫോം ചെയ്യുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് സപ്പോർട്ടായിട്ട് മുഹമ്മദ് ഷമിയും കൂടെ വന്നു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് അറ്റാക്ക് ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവരെ ഞാൻ കുറച്ച് കാണുന്നില്ല. മുഹമ്മദ് സിറാജ് വളരെ എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്തു ഫസ്റ്റ് ഇന്നിംഗ്സിൽ. ഹർഷിത് റാണയുടെ പ്രകടനവും അതുപോലെ തന്നെയായിരുന്നു. ഇനി പുറത്തിരിക്കുന്ന ബൗളേഴ്സും എല്ലാവരും നല്ലതാണ്. പ്രസിദ്ധ് കൃഷ്ണ ഈ കണ്ടീഷൻസിൽ നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരമാണ്. ആകാശ് ദീപും അതുപോലെ തന്നെയുള്ള ഒരു താരമാണ്. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ബോളിങ്ങിൽ വന്ന ഒരു മാറ്റം എന്നുള്ളതാണ്. എറിയുകയാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ, ഞങ്ങളുടെ നേരെ എറിയുകയാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളുടെ ടീമിൽ ഉണ്ടാ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഒരു ക്വാളിറ്റി ഇന്ത്യൻ ഫാസ്റ്റ് ബോളിങ്ങിന് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യക്ക് ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ, ഈ സേനാ രാജ്യങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്ര നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സാധിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ ഒരു ഡെപ്ത് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ഇന്ത്യക്ക് ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. കാരണം ആദ്യ ടെസ്റ്റിൽ എല്ലാവരും എഴുതി തള്ളിയ ഒരു സ്ഥലമായിരുന്നു പെർത്ത് എന്ന് പറയുന്നത്. ബോൾ മുഖത്തിന് നേരെ വരും, ഒരുപാട് ബൗൺസറുകൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നമാണ്, സ്പീഡ് ഉണ്ടാവും. ഇത് ഓസ്ട്രേലിയ ആണ്, ഇത് പെർത്താണ് എന്നുള്ള രീതിയിലൊക്കെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ മുൻ താരങ്ങളും ഒക്കെ ഇന്ത്യൻ താരങ്ങളെ പേടിപ്പിക്കാനുള്ള ശ്രമങ്ങളും അതുപോലെയുള്ള കമന്റുകളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു. പക്ഷേ പെർത്ത് ഒന്നും ഒരു പെർത്തല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെർഫോമൻസിലൂടെ പെർത്ത് എന്ന് പറയുന്ന ആ കോട്ട, ഓസ്ട്രേലിയൻ കോട്ട, 4 മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട്. അതിൽ 4ലും ജയിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഇത് 5ാമത്തെ ടെസ്റ്റാണ്. അപ്പോൾ ആ ഒരു കോട്ട ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യ പിടിച്ചടക്കിയിരിക്കുകയാണ്. ഏതായാലും അടുത്ത ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ഇനി ഡിസംബർ 6-ാം തീയതിയാണ്. ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. പ്രൈം മിനിസ്റ്റേഴ്സ് 11 എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് നമ്മളൊരു പ്രാക്ടീസ് മാച്ച് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് പിങ്ക് ബോളിലാണ് കളിക്കുന്നത്. കാരണം അടുത്ത ടെസ്റ്റ് മത്സരം വരുന്നത് പിങ്ക് ബോളിലായതുകൊണ്ടാണ്. ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഏകദേശം ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഈ 2 ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഇടയിലുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലുള്ള ഈ ഒരു പ്രൈം മിനിസ്റ്റേഴ്സ് 11 മത്സരമാണ് ബാക്കിയുള്ളത്. ഏതായാലും തുടക്കം ഗംഭീരമാക്കാനായിട്ട്, കാരണം ഇതുപോലെയുള്ള ഒരു പിച്ചൊരുക്കി, ഈ പെർത്തിലുള്ള ഒരു പിച്ചൊരുക്കി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി ആദ്യ മത്സരത്തിൽ തന്നെ തോപ്പിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജയിക്കുകയും ഒപ്പം തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്നുള്ളതുമായിരുന്നു ഓസ്ട്രേലിയയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ടൂറിന് നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് ഓസ്ട്രേലിയൻ താരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ മുൻ താരങ്ങൾ അവരെല്ലാവരും പറഞ്ഞിരുന്നത് ഓസ്ട്രേലിയ 4-0 ജയിക്കും, അല്ലെങ്കിൽ 5-0 ജയിക്കും, 3-0 ജയിക്കും, അതുപോലെ തന്നെ 4-1 ജയിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ മത്സരത്തിൽ എന്തായാലും തോക്കും എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് അതിൻ്റെ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.